സാറിനുണ്ടായ നല്ല അനുഭവങ്ങളിൽ ചില ഞങ്ങളോട് നോക്കുക. പറയാൻ സാർ, നല്ല പ്രോത്സാഹനമായ ഒരു വർഷം തന്നെയായിരുന്നു 2024 എന്ന് പറയുന്നത്. പുതിയ ബൈബിൾ അധ്യയനങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. അതിൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു കടയിൽ ചായ കുടിച്ചു കൊടുക്കുന്ന സമയത്താണ്. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് അവിടെ ഒരു യുവാവിനെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു. ആ യുവാവിന് ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മതത്തിലൊന്നും താല്പര്യമില്ല. അപ്പം അങ്ങനെ മതത്തിൽ നടക്കുന്ന അനീതികളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ ആ സംഭാഷണം പുരോഗമിക്കുകയും അദ്ദേഹം ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ച, അദ്ദേഹത്തിൻ്റെ അനുജനാണെങ്കിൽ ഒരു റൗഡിയാണ്, അദ്ദേഹം ഒരു മദ്യപനാണ്, വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അപ്പം വീണ്ടും വീണ്ടും ഞങ്ങൾ ആ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയും അങ്ങനെ അതൊരു ബൈബിൾ അധ്യയനത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. ആ അനുജനും പിന്നീട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു, അദ്ദേഹമായിട്ട് സംസാരിക്കാനും അദ്ദേഹം യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയാനൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വാക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതിനുശേഷം മീറ്റിങ്ങിന് വരാനുള്ള താല്പര്യവും കാണിച്ചിട്ടുണ്ട്. ചില സാഹചര്യങ്ങളാൽ ചില സമയത്ത് മുടങ്ങുന്നുണ്ടെങ്കിലും സ്റ്റഡി പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. അത് കൂടാതെ തന്നെ അതിന് മുമ്പ് വർഷങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ചില സ്റ്റഡികൾ അവരും മീറ്റിങ്ങുകൾക്കൊക്കെ വരുന്നുണ്ട്. അതിൽ കരുണാകരൻ എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ്റെ കാര്യം ഒരുപക്ഷെ സൗരങ്ങൾക്ക് അറിയാമായിരിക്കും. അദ്ദേഹം നല്ല പുരോഗതി പ്രാപിക്കുകയും കുടുംബമായിട്ട് അവർ മീറ്റിംഗ് വരികയും ചെയ്യുന്നുണ്ട്. അമ്മച്ചിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ, ഞാൻ ഇടയ്ക്ക് കണ്ടതാണ്, തൊഴിലുറപ്പിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെർമിഷൻ എടുത്തുകൊണ്ട് ഓടി വരികയാണ് പഠിക്കാൻ വേണ്ടി. അത് മാത്രമല്ല, മീറ്റിങ്ങിന് വരാൻ അവർക്ക് വളരെ ഉത്സാഹമാണ്. പഠിക്കുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരടുത്ത് പറയുകയും ചെയ്യുന്നു. തൊഴിലുറപ്പിനൊക്കെ പോകുന്ന സമയത്ത് കൂടെയുള്ള ആളുകളോട് യഹോവയാണ് ദൈവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. അവർ അപ്പച്ചനാണെങ്കിൽ നമ്മുടെ സമ്മേളനത്തിന് വരികയും ചെയ്തു. മറ്റൊരു അനുഭവം ഉള്ളത് സെൽവരാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം നേരത്തെ ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ സുഖമില്ലാത്ത വ്യക്തിയാണ്, 2 കൈയും കാലും തളർന്ന് കിടക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നല്ല പുരോഗതി പ്രാപിച്ചു. അദ്ദേഹം സൂമിലൂടെ മീറ്റിംഗ് കൂടുന്നു. ഇപ്പോൾ ഈ മീറ്റിംഗ് അദ്ദേഹം കൂടിക്കൊണ്ടിരിക്കുന്നു. ഞായറാഴ്ചത്തെ മീറ്റിംഗിൽ അദ്ദേഹം വിഷയങ്ങളൊക്കെ നേരത്തെ അദ്ദേഹം പഠിച്ചു വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ വളരെയധികം ആത്മീയ പുരോഗതി ഈ സ്റ്റഡികൾ പ്രാപിക്കുന്നുണ്ട്. ഇതിൽ പ്രമുഖമായി പങ്ക് വഹിക്കുന്നത് പല സഹോദരങ്ങളാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ധാരാളം സഹോദരങ്ങൾ ഞാൻ കൊണ്ടുപോകാറുണ്ട്. പല സഹോദരങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ മറിയ സഹോദരി. അവരിപ്പോൾ ആശുപത്രിയിലാണ്. ഈ മറിയ സഹോദരി ലെറ്റർ എഴുതി തരുമായിരുന്നു, കത്ത് എഴുതി തരും. ഈ കത്ത് ഈ പറയുന്ന സെൽവരാജ് അങ്കിളിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം അത് വീണ്ടും വായിച്ച ഒരു ഉണർവ് അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. ഇങ്ങനെ പല സഹോദരങ്ങളും ഈ സ്റ്റഡികളിലൂടെ സഹായിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ എൻ്റെ സ്വന്തം കഴിവൊന്നുമല്ല, യഹോവയാണ് വളരുമാറാക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഈ ഒരു സ്റ്റഡി എടുക്കുമ്പോൾ കൂട്ടായ ഒരു പ്രവർത്തനം പല സഹോദരങ്ങളുടെയും സഹകരണത്തോടു കൂടി ചെയ്യുമ്പോൾ നല്ല പുരോഗതി പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനിയും ഇത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല മറ്റ് സഹോദരങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.